എൻ്റെ രാവിലത്തെ പ്രധാന പണി എന്താണെന്നറിയോ? ഇപ്പോൾ ഇവന്മാരെ 4 പേരേ ഉള്ളൂ. പക്ഷേ 4 പേരെ ഈ ഊട്ടുന്നതാണ് എൻ്റെ രാവിലത്തെ പ്രധാന പണി. എന്താണെന്ന് വെച്ചാൽ ചിലവന്മാരൊക്കെ ചില ടൈമിലൊക്കെ പെട്ടെന്നങ്ങ് തിന്നോളും. പക്ഷേ ചിലവന്മാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പാടാണ്. അതായത് ഉള്ളിലോട്ട് നമുക്ക് സിറിഞ്ച് ഇറക്കാൻ പറ്റുമെന്നെങ്കിലും അവരൊക്കെ കുടഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. എപ്പോഴും കഴിക്കാറൊന്നുമില്ല. ഒരു ദിവസം 3 നേരം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ അവന്മാർ എന്നാലും കരയും. അപ്പോൾ കരയുമ്പോഴൊക്കെ ചെറുതായിട്ട് കൊടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില ടൈമിൽ കൂടുതൽ വെള്ളമില്ലാതെ നല്ല കുഴമ്പ് രീതിയിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ അവർ കുറച്ചധികം നേരം ഇങ്ങനെ കരയാതൊക്കെ കിടന്നൊക്കെ ഉറങ്ങും. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, കൊടുക്കാൻ നേരത്ത് ചിലവന്മാരുടെ കണ്ണിലും മൂക്കിലും എല്ലാം കയറും. അതൊക്കെ നോക്കി വേണം കൊടുക്കാൻ. പിന്നെ ദാണ്ട് ഇവൻ്റെ കണ്ണിലൊക്കെ ആയി, അതൊക്കെ ഇനി തുടച്ച് കളയണം. പക്ഷേ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മളുമായിട്ട് നല്ലപോലെ ഇണങ്ങും. അപ്പോൾ ഏതാണ്ട് ഈ ഒരു ചെറിയ പരുവത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സിറിഞ്ചൊക്കെ എടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മളുമായിട്ട് ഇണങ്ങും. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെമ്പരത്തി ഇലയില്ലേ ഇങ്ങനെ പകുതിയായിട്ട് മടക്കും കേട്ടോ. മടക്കിയിട്ടാണ് ഇവൾക്ക് തീറ്റ തിന്നാൻ കൊടുക്കുന്നത്. നേരത്തെ ഇങ്ങനെ ഡയറക്റ്റ് നേരെ ലീഫൊക്കെ നേരെ ഇരിക്കുമ്പോൾ അങ്ങ് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് തിന്നാൻ കുറച്ച് പാടാണ് അവർക്ക്. അതാണ് ഇപ്പം തന്നെ കണ്ടില്ലേ മടക്കങ്ങ് മാറി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചെമ്പരത്തിയിലും കൂടെ കുത്തിക്കയറ്റി വിടും. അതാകുമ്പം രണ്ടും കൂടെ ഒരുമിച്ച് ചെന്നോളും. അപ്പോൾ ഒരെണ്ണം ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ അടുത്തതും കൂടെ കുത്തിക്കയറ്റി വിടണം. പിന്നെ കിളികളുടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇവളുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇവളുടെ പറഞ്ഞ പോലെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ തീറ്റയൊക്കെ ഇങ്ങനെ തന്നെ തിന്നോളും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചോളും. പിന്നെ ഈ ഇലവർഗ്ഗങ്ങളില്ലേ, ചെമ്പരത്തിയിലൊക്കെ എടുക്കാൻ മറന്നു പോകുന്ന ടൈമിലാണ് പ്രശ്നം. ഇവർക്ക് ഇടയ്ക്കൊന്ന് എന്തായാലും ഗ്രീൻ വെജിറ്റബിൾസ് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു ഇതില്ല. ഈ ചെമ്പരത്തിയില മാത്രം കൊടുത്തിരുന്നില്ലേ, അങ്ങനെ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, കഴിച്ചോളും. പക്ഷേ ഞാൻ മുടങ്ങാറില്ല. ഏതെങ്കിലും ഒരു ഗ്രീൻ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ലീഫോ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം കാണും. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഹാൻഡ് ഫീഡിങ് മുമ്പേ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോന്നിനും ഹാൻഡ് ഫീഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ സ്പേസ് ബോർഡിലോട്ട് മാറ്റും. സ്പേസ് ബോർഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ ചാടി ഇറങ്ങി എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നൊക്കെ നിൽക്കും. പുള്ളിക്കാരൻ എന്തോ ഫുഡും കൊണ്ട് ഞാൻ ചെന്നെന്ന് വിചാരിച്ച് വന്നതാണ്. ക്യാമറയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാമറയൊക്കെ വന്നിട്ട് കൊത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. 24 മണിക്കൂറും തീറ്റയുടെ ഒരു വിചാരമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ക്യാമറ എങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ക്യാമറയുടെ ഒരു ഇതടിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി തീറ്റയാണെന്ന് കണ്ടൊന്ന് കൊത്തിയതാണ്. ഇവന് ഇത് മാത്രമേ ഉള്ളൂ ജോലി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം ഒരാൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കിടപ്പൊക്കെ ആയി. ഈ വടിയേൽ ഈ കാലൊക്കെ നീട്ടി വെച്ചിട്ടൊക്കെയാണ് കിടപ്പ്. എല്ലാം റെസ്റ്റ് എടുക്കുക. ഫുഡൊക്കെ തിന്നു കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് നേരത്തേക്ക് റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡിന് വേണ്ടിയിട്ട് ഇറങ്ങും. പിന്നെ നമ്മുടെ ലോബ്സ്റ്ററിൻ്റെ ടാങ്കിലെ ഒരു ഡ്രിഫ്റ്റ് വുഡ് വെച്ചായിരുന്നു, നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം മാറ്റിയിട്ട് പുതിയത് വെക്കുമ്പം ഈ ഡ്രിഫ്റ്റ് വുഡ് ഇങ്ങനെ ആദ്യമായിട്ട് വെക്കുമ്പം പൊങ്ങി കിടക്കും. എന്നുവെച്ചാൽ ഉള്ളിൽ താഴ്ന്ന് നിൽക്കത്തില്ല. അപ്പം ഞാനൊരു ചെറിയൊരു കല്ലില്ലേ, വൈറ്റ് സ്റ്റോൺ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റാം.